Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞോ? കിച്ചൺ വർക്ക് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഏകദേശമായിട്ടുണ്ട്. ഏകദേശമായല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. പ്രെയർ ഞാൻ അതിന് റെഡി ആണോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യട്ടെ മിസ്സേ? ചെയ്തോളൂ, സൗമ്യ ചെയ്തോളൂ. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരു ുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അകല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമേനക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണും ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട നായകൻ തവ തിരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി തൃഷ്ണകളാകവെ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സംഗീതം മുഴങ്ങി നരലോകമെത്തേക്കുമാനന്ദം തേടി വിജയിക്കും തിരുനാമങ്ങൾ പാടി വിജയിക്കും തിരുനാമങ്ങൾ പാടി. Good afternoon, Miss. Good afternoon, all. Okay, very good. Then sign in. ഓക്കെ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നാളെ November 1 കേരളപ്പിറവി ദിനമാണ്. അതോടനുബന്ധിച്ച് ഇന്നൊരു കേരളപ്പിറവി ദിനവുമായി സംബന്ധിച്ചൊരു കുറിപ്പ്. ഓരോ വർഷവും November 1 കേരളപ്പിറവി ദിനം ആഘോഷിക്കുന്നത്. 1956 മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഒന്നാക്കി ചേർത്ത് കേരള സംസ്ഥാനമായി രൂപീകരിച്ചതാണ് കേരളപ്പിറവി ദിനത്തിന്റെ ആമുഖം. കേരളം സമ്പന്നമായ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നാടാണ്. സാഹിത്യം, കല, സംഗീതം, നാടകം, ശാസ്ത്രം എന്നിവയിൽ കേരളം ലോകത്തിന് വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഈ നാട് പ്രകൃതി സൗന്ദര്യത്തിലും മാനവികതയിലും പ്രസിദ്ധമാണ്. കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് നമ്മുടെ നാടിന്റെ പുരോഗതിയെയും ഐക്യത്തെയും ഓർത്ത് അഭിമാനിക്കാം. കേരളത്തിന്റെ ഭാഷ, സംസ്കാരം, പ്രകൃതി ഇതെല്ലാം സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഓരോരുത്തർക്കും ബാധ്യതയാണ്. സൈൻ ഇൻ, റസ്മിന. നന്നായിരുന്നു കേട്ടോ റസ്മിന. താങ്ക് യു. ഓക്കെ, അതുപോലെ ഒരു മോട്ടിവേഷണൽ ഒരു സ്റ്റോറി കൂടിയുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് തോട്ട് കഴിഞ്ഞിട്ട് പറയാം, മതിയോ? Note of strength does not come from physical capacity. It comes from indomitable will. Mahatma Gandhi. റസ്മിന പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. ഒരിക്കൽ ഒരു കുട്ടി തന്റെ അച്ഛന്റെ കൂടെ പാർക്കിൽ പോയി. പല നിറങ്ങളിൽ ആകാശത്തിലൂടെ പറക്കുന്ന പട്ടങ്ങൾ കണ്ടപ്പോൾ മകൻ അച്ഛനോട് തനിക്കും ഒരു പട്ടം വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു. അച്ഛൻ മകനൊരു പട്ടം വാങ്ങിക്കൊടുത്തു. അവൻ ആ പട്ടം ഉയരങ്ങളിലേക്ക് പറത്തി കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ നൂലില്ലായിരുന്നെങ്കിൽ ഈ പട്ടം കൂടുതൽ ഉയരത്തിൽ പറന്നേനെ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ നൂൽ പൊട്ടിക്കും. അച്ഛന്റെ മറുപടി കേൾക്കാൻ പോലും തയ്യാറാകാതെ അവൻ ആ പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു.
അവൻ വിചാരിച്ചതുപോലെ തന്നെ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു. അവനത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിയെ വീണുപോയി. അവൻ തന്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഞാൻ കരുതിയത് നൂല് പൊട്ടിച്ചാൽ പട്ടം ഫ്രീ ആയി കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുമെന്നാണ്. പക്ഷെ അതെങ്ങനെയാണ് താഴെ വീണത്? അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്ത് ഉയരത്തിൽ പറന്നത് അതിന് നൂലിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. നീ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിന്റെ സപ്പോർട്ടും പോയി. ഈ പട്ടം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ പാരൻസും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നാം ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത്. അവരുടെ സപ്പോർട്ട് വേണ്ടാന്ന് വിചാരിച്ചാൽ ഈ പട്ടം പോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഫെയിൽ ആയേക്കാം. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും? ഇനി ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നോ? തന്നായിരുന്നു. എന്തായിരുന്നു തന്നിരുന്നേ? ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സപ്ലിമെന്റേഷൻ, എന്നിട്ട് റീപ്രഷൻ, അതിന്റെ എല്ലാം എക്സാമ്പിള് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും എഴുതിയിട്ടുണ്ടോ എക്സാമ്പിള്? എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് റീഡ് ചെയ്യാമോ? റീഡ് ചെയ്തോളൂ കേട്ടോ, ഓരോരുത്തരായിട്ട് റീഡ് ചെയ്തോളൂ. ശരി മാം. Identification. A fervent sports fan feeling great pride and happiness when their favorite team wins. കേൾക്കുന്ന മാം? കേൾക്കുന്നുണ്ട്. Wins a major championship as if they themselves had won. തീവ്രമായ കായിക പ്രേമിക്ക് താങ്കളുടെ പ്രിയപ്പെട്ട ടീം ഒരു പ്രധാന ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമ്പോൾ അത് അവർ സ്വയം നേടിയതുപോലെ വലിയ അഭിമാനവും സന്തോഷവും അനുഭവപ്പെടുന്നു. Substitution. A student dreams of become a surgeon but does not get into medical school. Instead of giving up, they train to become a highly skilled physician's assistant, finding satisfaction and success in a related medical field. ഒരു വിദ്യാർത്ഥിക്ക് സർജൻ ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മെഡിക്കൽ സ്കൂളിൽ പ്രവേശനം ലഭിക്കുന്നില്ല. നിരാശപ്പെടാതെ അവർ ഒരു ഉയർന്ന വൈദഗ്ധ്യമുള്ള ഫിസിഷ്യൻ അസിസ്റ്റന്റായി പരിശീലനം നേടുകയും അതുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ മേഖലയിൽ സമൃദ്ധിയും വിജയവും കണ്ടെത്തുകയും ചെയ്യുന്നു. Sublimation. A person with aggressive urges channels that energy into becoming a successful boxer or taking up a competitive sport. ആക്രമണാത്മകമായ ചോദനമുള്ള ഒരു വ്യക്തി ആ ഊർജത്തെ ഒരു വിജയകരമായ ബോക്സറോ മത്സരപരമായ കായിക ഇനമോ ആയി മാറുന്നതിലേക്ക് തിരിച്ചുവിടുന്നു. ഇത്രയേ ഉള്ളൂ മാം. നെക്സ്റ്റ് വൺ. ഇനിയാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ വായിക്കട്ടെ മിസ്? വായിച്ചോളൂ കേട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഞാനൊന്ന് ഓഫ് ആക്കുവാണ് ഓഡിയോ വീഡിയോ. ഇപ്പൊ വരാം, ഒരു സെക്കൻഡ്. വായിച്ചോളൂ. സൗമ്യ കഴിഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് റീഡ് ചെയ്തോളൂ കേട്ടോ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ.
An identification, an admiring individual who takes on the training routine and clothing style of a successful athlete to feel more competent. കൂടുതൽ മത്സരക്ഷമതയുള്ള ഒരു വ്യക്തി പരിശീലന രീതിയിലും വസ്ത്രധാരണ രീതിയും നന്നായി നോക്കുകയും വിജയകരമായ കായിക താരത്തെ അനുകരിക്കുകയും ചെയ്യുന്നു. Substitution. Person who is unable to get into a medical school, replacing that goal with a became an engineer. മെഡിക്കൽ സ്കൂൾ പ്രവേശനം ലഭിക്കാത്ത ഒരു വ്യക്തി അതിന് പകരം കിട്ടിയ ഒരു മേഖലയിൽ തന്റെ കഴിവുകൾ തെളിയിക്കുന്നു എന്നുള്ളതാണ്. Sublimation. A person feeling grief after a breakup might express those emotions by painting, writing poetry or composing music. വേർപിരിഞ്ഞതിനു ശേഷം ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ ആ വികാരങ്ങൾ തന്റെ പെയിന്റിംഗ് വഴിയോ അല്ലെങ്കിൽ കവിത എഴുതുന്നതിലൂടെ അല്ലെങ്കിൽ സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുന്നു, കഴിവ് പ്രകടിപ്പിക്കുന്നു. വാങ്ങിച്ചോളാമോ? എന്താ വായിക്കുവാണ്. ഐഡന്റിഫിക്കേഷൻ എന്ന് വരുമ്പോൾ a young boy who is fearful of his strict father begins to adapt the mannerisms and attitude his father. ഐഡന്റിഫിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു യങ് ബോയ് അവന്റെ അച്ഛനെ ഭയങ്കരമായിട്ട് ഫിയർഫുൾ ആണ്. അറ്റ് ദ സെയിം ടൈം അവൻ അതേപോലെ തന്നെ അവന്റെ അച്ഛന്റെ ആ മാനറിസംസും ആറ്റിറ്റ്യൂഡും അവൻ അഡാപ്റ്റ് ചെയ്യും പിന്നെയുള്ള ലൈഫിൽ. അവന്റെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദറിന്റെ അണ്ടറിൽ വളർന്ന ആ ഒരു ബോയ്, അത് ഐഡന്റിഫിക്കേഷനിൽ വരികയാണ്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ a person who cannot afford to go to medical school due to lack of funds or insufficient merit may instead choose to pursue a less demanding but relaxed career. ഇപ്പോ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ ഒരു പേഴ്സണ് ഒരു മെഡിക്കൽ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ഡോക്ടർ പഠിക്കണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ കയ്യിൽ അതിന് പോകാനുള്ള പൈസ ഇല്ല റെഡി ചെയ്യാനായിട്ട്. അപ്പോൾ അതിന്റെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ പക്ഷെ ഡോക്ടർ ആവാൻ പറ്റില്ല, വേറൊരു എക്സ്ട്രാ ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ വേറൊരു ഫീൽഡിലോ മെഡിക്കൽ ഫീൽഡിൽ തന്നെ പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ഇതിനെയാണ് നമ്മളൊരു എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ a person with a lot of pent up anger and aggressive urges. ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ആംഗ്രിനെസ്സും അല്ലെങ്കിൽ അഗ്രസീവ് നേച്ചറും ഉള്ള joining a boxing team or takes up a highly competitive sports to cancel that energy to a healthy control. ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായ അഗ്രസീവ് അല്ലെങ്കിൽ ആംഗർ ഉള്ള ഒരു പേഴ്സൺ ആണ് എങ്കിൽ ആ പേഴ്സണ് ഏറ്റവും ചേരാൻ പറ്റുന്ന ഒരു സ്പോർട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് ടീം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് സ്പോർട്ട് അതിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അവരുടെ ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള നേച്ചറിനെ ഹെൽത്തി ആയിട്ട് എനർജറ്റിക് ആയിട്ട് വേറൊരു സ്ഥലത്തോട്ട് കൺട്രോൾ ചെയ്ത് വിടും. അതാണ് ലാസ്റ്റ് വൺ, സബ്ലിമേഷൻ. താങ്ക് യു. ഞാൻ വായിക്കട്ടെ. Identification. It is a learning form and imitating someone we admire to feel stronger, confident or important. നമുക്ക് ഒരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഐഡന്റിഫിക്കേഷൻ. A younger sibling sees an elder brother being polite, responsible and starts imitating his behavior to gain respect. റെസ്പെക്ട് കിട്ടാൻ വഴി ആ യങ്ങർ ബ്രദറിന്റെ കാര്യങ്ങൾ പൊളൈറ്റും റെസ്പോൺസിബിളും ആയിട്ടുള്ള സംഭവം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് റീപ്ലേസിങ് എ ഹാർഡ് ടു അച്ചീവ് വിത്ത് എ മോർ അറ്റൈനബിൾ വൺ ടു കോപ്പ് വിത്ത് ഫ്രസ്ട്രേഷൻ ഓർ ഡിസപ്പോയിന്റ്മെന്റ്. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നില് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് നേരിട്ട് പ്രകടിപ്പിക്കാതെ മറ്റൊന്നില് അഭയം പ്രാപിക്കുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ടീച്ചർ ഏതെങ്കിലും മാർക്ക് കുറഞ്ഞതിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ടീച്ചറോട് പറയണമെന്നുണ്ടാവും, പക്ഷെ അത് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ സിബ്ലിങ്സിനോട് ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ആ ഒരു മെക്കാനിസമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിൽ ആശ്രയിക്കുക. യൂസിങ് നെഗറ്റീവ് ഓർ അൺവാണ്ടഡ് ഫീലിംഗ്സ് ഇൻ എ പോസിറ്റീവ് സോഷ്യലി ആക്സെപ്റ്റബിൾ വേ. ഇതൊരു സോഷ്യലി ആക്സെപ്റ്റബിൾ വേയിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന രീതിയാണ് സബ്ലിമേഷൻ.
A person who has a strong desire to control or dominate might become a leader or manager in a company using their drive in a positive way. Thank you, ma'am. ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളൂ സംഗീത. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്ത് അത് നമ്മൾ സക്സസ് ആയി കണക്കാക്കുന്നത്. നമുക്കിപ്പോ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം നമ്മളെ കൊണ്ട് സാധിച്ചില്ല, അത് നമ്മൾ മറ്റുള്ളവർ ചെയ്യണം കാണുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം തോന്നുന്നത്. നമുക്കിപ്പോ ഒരു നന്നായിട്ട് ഇല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ ആവണം, ഇല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, ഇല്ലെങ്കിൽ ഒരു ഡാൻസർ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് പറ്റാണ്ട് വന്നത് നമ്മൾ നമ്മുടെ മക്കളിലൂടെയോ ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിലൂടെയോ അവരത് നേടുമ്പോഴത്തേക്കും നമ്മൾ അതിൽ സന്തോഷം കൊള്ളുന്നതാണ് അതിന്റെ എക്സാമ്പിള്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയണത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണത്. നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതും നമുക്കത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് മാറ്റി വെക്കണതുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മള് എക്സാമ്പിൾ ആയിട്ട് പറയണത്, ഇപ്പൊ ഒരു കാല് വയ്യാത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഓടണം ചാടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റില്ല. പക്ഷെ ആ കുട്ടി വേറൊരു ഫീൽഡില് നല്ലൊരു എന്താ പറയാ ഒരു ഗ്രോത്ത്, അതായത് ഇപ്പൊ ഒരു ഡോക്ടർ ഫീൽഡിലോ ഒരു എഞ്ചിനീയർ ഫീൽഡിലോ ആ കുട്ടി പഠിച്ച് നല്ലൊരു രീതിയിൽ എത്തണതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കണ്ടേക്കണത്. പിന്നെ സപ്ലിമെന്റേഷൻ എന്ന് പറയണത് നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ രീതി സ്വീകരിക്കണത്. അതായത് നമുക്കിപ്പോ വളരെയധികം ദേഷ്യം തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഓഫീസിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വെച്ച് നമ്മുടെ മനസ്സിനെ ദുഃഖിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ദേഷ്യം നമ്മൾ വീട്ടുകാരോടോ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ നമ്മൾ തീർക്കും. അത്രേ ഉള്ളൂ മാം. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്? റിപ്രഷൻ ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. റിപ്രഷൻ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. Okay. Freud describes it as a basic mechanism in which our strong emotional ideas and uncomfortable memories, which do not agree with our social values and norms, are split off from consciousness and thrown into the unconscious. In other words, it is a process of unconscious forgetfulness of our unpleasant and conflict-producing emotion and desires. എന്താ മനസ്സിലായത്? Freud described it is a basic mechanism, ഒരു പേഴ്സന്റെ ഒരു ബേസിക് മെക്കാനിസം ആണ്, ഇൻ വിച്ച് അവർ സ്ട്രോങ് ഇമോഷൻ, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനും നമ്മുടെ ഐഡിയാസ് അതായത് തിങ്കിങ്ങും പിന്നെ ആൻഡ് അൺകംഫർട്ടബിൾ മെമ്മറീസ്, നമുക്ക് അങ്ങോട്ട് ഡിസ്റ്റർബിങ് ആവുന്ന മെമ്മറീസ് വിച്ച് ഡു നോട്ട് എഗ്രി വിത്ത് അവർ സോഷ്യൽ വാല്യൂസ്, നമ്മുടെ സോഷ്യൽ വാല്യൂ ആയിട്ട് എഗ്രി ചെയ്ത് പോകാൻ പറ്റാത്തതും
അതുപോലെ നോംസ് ആർ സ്പ്ലിറ്റ് ഓഫ് ഫ്രം അൺകോൺഷ്യസ്നെസ്. നമ്മുടെ നോംസ്, അതായത് നമ്മുടെ ഇത് തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റും പിന്നെ സൊസൈറ്റിയുമായിട്ട് അങ്ങോട്ട് ഒത്തുപോകാത്ത ചില കാര്യങ്ങളും അത് നമ്മുടെ സ്പ്ലിറ്റ് ചെയ്യും, നമ്മുടെ മൈൻഡ് തന്നെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ഓഫ് ഫ്രം അൺകോൺഷ്യസ് ആൻഡ് ത്രോ ഇൻ ടു ദ അൺകോൺഷ്യസ്. അതായത് കോൺഷ്യസ്നെസ് ആയിട്ടുള്ള മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലേക്ക് നമ്മുടെ മൈൻഡ്, അതായത് നമ്മുടെ മനസ്സ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി വിടും. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് അൺകോൺഷ്യസ്നെസ്, forgetfulness of our unpleasant and conflict producing emotions and desires. നമ്മുടെ മൈൻഡിനെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത സാധനത്തിനെ അൺകോൺഷ്യസ്നെസ്സിലേക്ക് വിടുക. പിന്നെ നമ്മൾ പ്ലസന്റ് ആയിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങളെ കോൺഷ്യസ്നെസ്സിലേക്കും ഡിവൈഡ് ചെയ്ത് വിടുന്നതിനെ പറ്റിയാണ് ഫ്രോയിഡ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഫ്രോയിഡ് ആരാണ് ഇവിടെ? ഏതാണ് ഫ്രോയിഡ്? ഫ്രോയിഡ് ആരാ? അത് ഒരു സയന്റിസ്റ്റ് ആണ്. തിയറി ഏതോ തിയറിയുള്ള സയന്റിസ്റ്റ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡ് അത് കേട്ടിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടല്ലേ? സൈക്കോളജിയുടെ ഫാദർ ആണ് കേട്ടോ. മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയില് തിലകൻ നമ്മുടെ നെടുമുടി വീഡിയോയായിട്ട് സംസാരിക്കും. അതിനകത്ത് ലാലേട്ടന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ലോകപ്രശസ്തമായിട്ടുള്ള 10 തിയറികളില് അതൊന്ന് ഫ്രോയിഡിന്റേതാണ്. ഒന്ന് നമ്മുടെ എന്താണ് മോഹൻലാലിന്റെ ക്യാരക്ടറുടെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റേതാണെന്ന് പറയുന്നുണ്ട് ഇല്ലേ? ആ സിനിമയിൽ പറയുന്നതാണ്. അപ്പൊ ഫ്രോയിഡ് എന്ന് പറയുന്നത് ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം മനഃശാസ്ത്രത്തിന്റെ പിതാവാണ്. ഓക്കെ. അപ്പൊ ഫ്രോയിഡ് പറയുന്ന ഒരു കാര്യം, അതായത് ഈ റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വെർഷനിൽ പറഞ്ഞു തരാം. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകള് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകള്, പിന്നെ അതുപോലെ തന്നെ ഓർക്കാനാകാത്ത അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവാം. ഓരോ വ്യക്തിയുടെയും ലൈഫിൽ ഉണ്ടാവാം അല്ലെ? എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവില്ലേ? എന്തെങ്കിലും നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളുന്നു. ഓക്കെ. നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? അത് കുഴിച്ചു മൂടപ്പെടുന്നു. ഓക്കെ. അപ്പോ ഈ കുഴിച്ചു മൂടപ്പെട്ട് കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്കത് ഓർമ്മ വരില്ല. ഓക്കെ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകും. ഈവൻ ഞാൻ ഉൾപ്പെടുന്ന എന്റെ ലൈഫിൽ പോലും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഓർത്തുകൊണ്ടേയിരിക്കുന്നില്ല. ഞാനത് എന്ത് ചെയ്തു? എന്റെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റി. ഇമോഷണലായി തളർത്തുന്ന, അതെ, അത് തന്നെയാണ്. നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ചിലപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുവാണ്, അതായത് ചില ആളുകൾക്ക് ചില എന്താ പറയാ ലവ് അഫേഴ്സ് ഒക്കെ ഉണ്ടാവായിട്ടുണ്ട് അല്ലെ? പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൗമാരകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കാം അത്. അപ്പോ രണ്ടുപേരും പ്രണയത്തിലായിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരാള്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ചതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഞ്ചനയോ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്കത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഓക്കെ. പക്ഷെ ആ ഒരു കാര്യം നമ്മുടെ ലൈഫില് നമ്മള് കുറച്ച് ചിലപ്പോ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ അധികം സമയം നമുക്ക് വേണ്ടി വന്നേക്കാം. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു പാർട്ടല്ലാതാകുന്നു. ഓക്കെ. നിങ്ങൾക്ക് എന്താ പറയാ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ അതായത് നമ്മള് അതായത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നമ്മളെ ദുഃഖത്തിലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ആയിട്ട് നമ്മളെ തളർത്തിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളുന്നു. അതായത് അങ്ങോട്ട് കുഴിച്ചു മൂടുന്നു.
അപ്പൊ നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാകും. പക്ഷെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, അത് അലട്ടിക്കൊണ്ടിരിക്കില്ല. കാരണം എന്താ, അത് അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മളത് മൂടിയിരിക്കുന്നത്. അതെപ്പോഴും പുറത്തു വരില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങള്, മറവിയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഫാമിലിയിലുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകള്, അവരുടെ കാര്യങ്ങള്, ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഓർക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അത് എന്ത് ചെയ്തിട്ടുണ്ടാകാം, നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഒരു ചാലഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരില്ല. നമ്മളത് ഭയങ്കരമായിട്ടുള്ള, ചിലപ്പോ ആ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മറക്കുന്നതല്ല മറയ്ക്കപ്പെടുന്നത്. അത് നല്ലൊരു വാചകമാണ് കേട്ടോ. നിഷ്മ ഇവിടെ കമന്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ, അതായത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ, ആ ഒരു പാസ്റ്റില് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, അൺകോൺഷ്യസ് മൈൻഡില് കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം. പക്ഷെ മാം അത് ഇപ്പം നമ്മൾ മറന്നു പോയാലും അതിന് റിലേറ്റീവ് എന്തെങ്കിലും, അതിനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ ഇതായിട്ട് എന്തെങ്കിലും അതിനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെയും ഓർമ്മ വരും. പക്ഷെ അത്രയധികം തീവ്രത ഉണ്ടാവില്ല. തീവ്രത കാണത്തില്ല. പക്ഷെ എന്നാലും കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ വരുമ്പോ നമുക്കൊരു സങ്കടം തോന്നും. അതെ അതെ. അതായത് നമ്മളെ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ ഓർക്കുന്നത്. പക്ഷെ അത്രയധികം തീവ്രത ഉണ്ടാവില്ല. അത് സില്ലി ആയിട്ട് നമ്മൾ വിട്ടുകളയും. അതാണ് അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത കേട്ടോ. നമ്മുടെ മനസ്സിൽ ഉണ്ടാകും ഇടയ്ക്ക് ചിലപ്പോ ആ ഒരു സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ആകുന്ന കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ നമ്മൾക്കത് ഓർമ്മയിൽ വരാം. പക്ഷെ നമ്മളത് റിജക്ട് ചെയ്ത് കളയും. ഓക്കെ, നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോ എല്ലാവരുടെയും ജീവിതത്തിൽ ചില ഇൻസിഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുന്ന, ഒരിക്കലും നമ്മുടെ പ്രസന്റ് ലൈഫിനെ അത് ബാധിക്കില്ല. ബാധിക്കാത്തത് എന്തുകൊണ്ടാണ്, അൺകോൺഷ്യസ് മൈൻഡില് നമ്മളത് കുഴിച്ചു മൂടിയത് കൊണ്ട്. അപ്പൊ ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. എപ്പോഴും നമ്മൾ അത് ഓർത്തിരിക്കാറുണ്ടോ എല്ലാ വ്യക്തികളും? ചില പേടികളൊക്കെ സംഭവിക്കൂല. എനിക്ക് ചെറുപ്പത്തിൽ ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. മദ്രസയില് ചെരുപ്പ് എടുക്കാൻ വേണ്ടി വീണ്ടും അകത്തെടുത്ത്, പക്ഷെ ലോക്കായി പോയി. എല്ലാവരും പോയാലും ഉസ്താദ് വാതില് കൂട്ടിപ്പോയി. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അതിന്റെ അകത്ത് കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കരഞ്ഞ് വിളിച്ച് ഓടി വാതിലിക്കൊക്കെ മുട്ടി. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഏതോ ഉസ്താദ് കേട്ട് വന്ന് തുറന്നു തന്നു. അപ്പൊ അന്ന് ഭയങ്കര പേടിയായിരുന്നു അത്. കാരണം ഇരുട്ട് റൂം, എല്ലാ വാതിലടച്ചപ്പോ ഭയങ്കര ഇരുട്ടായിരുന്നു. അതൊക്കെ എന്നിട്ട് പിന്നീട് ഇതുപോലെ അതൊക്കെ മൂടിക്കളഞ്ഞത് കൊണ്ടായിരിക്കും പിന്നെ അതൊന്നും ഓർക്കാറോ ഇരുട്ട് വന്നാലും അങ്ങനെ പേടിക്കാറോ ഒന്നും ഇല്ല പിന്നീട്. ഓക്കെ, അപ്പോ ഇതാണ്, അതായത് നമ്മള് ജീവിക്കുന്നത്, നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഫ്രോയിഡ് മൈൻഡിനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, 2 അൺകോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബോധ മനസ്സാണ്, അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബോധ മനസ്സാണ്. ഓക്കെ, നമുക്ക് 2 ഓരോ വ്യക്തിക്കും ഉണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോ നമ്മുടെ അബോധ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണ്ടാകും. അതുമായിട്ട് കണക്റ്റഡ് ആകുന്ന ചില കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമ്മളത് ഓർമ്മിക്കുന്നത്. നിങ്ങൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് പഴയ ഓർമ്മകൾ ഇല്ലാതാവുന്നത് കണ്ടിട്ടുണ്ടാവും. ഹിപ്നോട്ടിസം, അതായത് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്തു, അയാൾ തൊട്ടു മുമ്പായിട്ട് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അയാൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അതിനോട് സിമിലർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ അത് മിന്നി മറയുന്നുണ്ടാകാം. ഓക്കെ, അതൊക്കെ എന്താണ്, ഈ ഒരു റിപ്രഷന് എക്സാമ്പിൾ ആണ്. നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയില് നമ്മുടെ നാഗവല്ലിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതിന് ആ ഒരു 2 വശമുണ്ട്. അതായത് ആ ഒരു എന്താ പറയാ, ആ ഒരു സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നാഗവല്ലിയായിട്ട് കൊല്ലാനൊക്കെ പോകുന്നു. എന്താ പറയാ, നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ട് ആ വ്യക്തിയെ കൊന്നു എന്നുള്ള രീതിയിലാണ് നാഗവല്ലി ഇരിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല.
പിന്നീട് അവര് ഒരു ഉറക്കം എണീറ്റപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു പോകും. ഓക്കെ, അത് എന്താണ് ഒരു പ്രശ്ന എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയോ? മരണം ഇതിൽ എക്സാമ്പിൾ ആണോ? മരിക്കുക, മരണം നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചാല് പിന്നെ കുറെ കഴിയുമ്പോ നമ്മൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, മറവിയല്ല, പിന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴല്ലേ നമ്മൾ അതിനെ പറ്റി ഓർക്കുക. വർഷം കഴിയുന്തോറും നമുക്കൊരു മറവി ആയി വരുമല്ലോ. അതായത് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടുന്ന, നമ്മളെ തന്നെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, അതിപ്പോ മരണമാവാം അല്ലെങ്കിൽ മറ്റു പല ഇൻസിഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം. അത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അബോധ മനസ്സിലേക്ക് കുഴിച്ചുകൂടാനായിട്ട് ശ്രമിക്കുന്നു, അൺകോൺഷ്യസ് മൈൻഡിലേക്ക്. പിന്നീട് അത് ഓർമ്മയിൽ അധികം വരില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരുതരം ഡിഫൻസ് മെക്കാനിസം ആണ്. കാരണം നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ അബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്ക് അത്തരം കാര്യങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടത്. കേട്ടോ? ചിലർക്ക് ഈ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് വിടാൻ പറ്റാത്തവർക്കല്ലേ ഈ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നു. മരണം ചിലർക്ക്, അതായത് ഈ ഇപ്പൊ നടന്ന ഒരു ബാഡ് ആയിട്ടുള്ള ഇൻസിഡന്റോ അല്ലെങ്കിൽ എന്തിനേയും കുറിച്ച് സബ്കോൺഷ്യസ് മൈൻഡിൽ വിടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഈ ചിലർക്ക് ഡിപ്രഷനിലും രോഗങ്ങളിലും ഒക്കെ പോകും. കാരണം ഒരാൾ മരിച്ചുപോയി, അത്രയും സേഫാണ്. അപ്പൊ അവരുടെ ആ മറവി ഒരിക്കലും പോകുന്നില്ല, അവരുടെ മനസ്സിൽ നിന്ന് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതെ, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, സൂയിസൈഡിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിപ്രഷൻ വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ് ഇതുമായിട്ട്. അതായത് നമ്മൾക്ക് ഇത് വേണം, ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ലൈഫ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, സങ്കടവും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും, അല്ലെ? ദുഃഖങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെ തരണം ചെയ്തതിനെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം. അത് പലതരത്തിലാണുള്ളത്. അപ്പൊ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം പഠിച്ചു വന്നപ്പോഴാണ് നമ്മൾ ഈ റിപ്രഷന്റെ കാര്യം പറഞ്ഞത്. റിപ്രഷൻ എന്ന് പറയുന്നത് അബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ കുഴിച്ചുവിടുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? മനസ്സിലായല്ലോ? യെസ് മാം. ഓക്കെ. Then next one regression ആണ്. regression ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ആരെങ്കിലും ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യാമോ റിഗ്രഷൻ? വായിക്കട്ടെ. Some people do not come across the problems of life, its strain and stress, in a mature way. They revert or go back to an immature or childish level of behavior and thus avoid the pain, suffering, and conflict or tension. This mode of behavior is called regression. അതായത് സ്ട്രെസ്സിനും സ്ട്രെയിനെ നേരിട്ട് മെച്യൂർ വേയില് ഡീൽ ചെയ്യാൻ പറ്റൂലെങ്കിൽ അതൊരു ഇമ്മച്യൂർ വേയില് ഡീൽ ചെയ്യുന്ന രീതിയാണ് റിഗ്രഷൻ. ചില ആൾക്കാര് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോ ഈ പാവകളെയൊക്കെ യൂസ് ചെയ്ത് കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു രീതിയില്ലേ, ഒരു മൂലയിൽ ചുരുണ്ടുകൂടുക, ആ ഒരു രീതിയിൽ ഇമ്മച്യൂർ ആയിട്ടുള്ള വേ സ്വീകരിക്കുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പെയിന് നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ, ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ വരുമ്പോൾ അതിനെ മെച്യൂർ വേയിൽ ഡീൽ ചെയ്യുന്നതിന് പകരം ഇമ്മച്യൂർ ആക്ടിവിറ്റീസിലൂടെ, ഒരു ചൈൽഡിഷ് ലൈക്ക് ക്യാരക്ടറിലൂടെ അതിനെ ഡീൽ ചെയ്യുന്ന രീതിയാണ്
റിഗ്രഷൻ. അതായത് ചിലരുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ ചില എന്താ പറയാ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവര് ഇമ്മച്ചുവർ ആയിട്ട് എന്ത് ചെയ്യുന്നു, പെരുമാറുന്നു, ബിഹേവ് ചെയ്യുന്നു. അതായത് അവര് ചിലപ്പോൾ മുതിർന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ എന്താ പറയാ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പോ എളുപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തി പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വീട്ടില് 2 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കാം. മൂത്ത കുട്ടിക്ക് 15 വയസ്സാണ്, ഇളയ കുട്ടി ഇപ്പൊ ജനിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ മൂത്ത കുട്ടി എന്ന് പറയുന്നത് 15 വയസ്സായി. കാരണം ഇത്രയും നാളും അവൻ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹലാളനകളൊക്കെ അനുഭവിച്ചിട്ടാണ് വളർന്നത്. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സ്നേഹവും എല്ലാ കാര്യങ്ങളും അവന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്നൊരു കുഞ്ഞു വരുവാണ് അവരുടെ ജീവിതത്തിലേക്ക്. ഓക്കെ, രണ്ടാമതൊരു കുഞ്ഞു വരുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ കെയർ ആരിലേക്കാ പോവാ? കുഞ്ഞുകുട്ടിയിലേക്ക്, ചെറിയ കുഞ്ഞിലേക്കാണ് പോവുക. അപ്പൊ ഇത് മൂത്ത കുട്ടി കാണുമ്പോഴും മൂത്ത കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ചില ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വരാം, അല്ലെ? വരില്ലേ? എന്തായിരിക്കും അവന്റെ തോന്നലിൽ ഉണ്ടാവുക? എന്നോട് ഇപ്പൊ ഇഷ്ടമില്ല, പഴയതുപോലെ സംസാരിക്കുന്നില്ല, ഇഷ്ടങ്ങൾ കാര്യങ്ങൾ എന്നോടൊന്നും കാണിക്കുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യുവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന്റെ എന്താ പറയുക. ഞാനൊരു 15 വയസ്സ് കൂട്ടി പറഞ്ഞതാണ്. 10 വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ സിവിലറൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ ഇത്തരത്തില് എന്താ പറയാ ഈ മൂത്ത കുട്ടി, അതായത് ഇളയ കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധയും കെയറും കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, മൂത്ത കുട്ടി എങ്ങനെയാണോ താൻ കുഞ്ഞിലേ ഇരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇളയ കുഞ്ഞി കാണിക്കുന്നത്, അതുപോലെ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇളയ കുട്ടിയെ പോലെ വിരലുണ്ടല്ലോ, ഫിംഗർ എന്നുണയുക, അല്ലെങ്കിൽ ഫിംഗർ എപ്പോഴും വായിലിടുക, അല്ലെങ്കിൽ ബെഡില് യൂറിൻ പാസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചില ബുദ്ധിമുട്ടുകള് എന്റെ വീട് അപ്പുവിന്റെ വീട് ശരിയാണ്. അതായത് ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവന് താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അതായത് ഒരു മെച്യൂരിറ്റി ഇല്ലാതെ, അതായത് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡിഫൻസ്. ഇതിപ്പോ ഈ ഒരു ഷോ ഇല്ലേ, ഇപ്പൊ മറ്റേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവനെ എടുത്തിട്ട് അതിനോട് സംസാരിക്കുക, എന്തെങ്കിലും പെയിന് വരുമ്പോ അതിനോട് സംസാരിക്കുക, അതിനോട് പറയാ. അപ്പൊ ആ ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ച. ആ ഒരു രീതിക്കും റിഗ്രഷൻ എന്ന് പറയൂലേ? ചൈൽഡിഷ് ക്യാരക്ടർ അല്ലേ അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നും അറിയാത്ത പാവനോട് ഇങ്ങനെ സംസാരിച്ച അതിൽ നിന്ന് എന്തോ ഒരു സ്ട്രെസ് ഫീലിംഗ് റിലീഫ് കിട്ടുന്നത് കൊണ്ടായിരിക്കൂലേ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇമ്മച്ചുവർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് അതിലൂടെ എന്താ പറയാ മനസ്സിനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ അറ്റൻഷൻ പിടിച്ചു വെക്കാൻ വേണ്ടിട്ട്. എന്താണ്? കൂടുതൽ അറ്റൻഷൻ വേറെ ആളുകളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതെ, കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലൂടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. അതായത് പെട്ടെന്ന് ശ്രദ്ധിക്കും ആളുകള്. ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പോ ആ കുട്ടി ഇപ്പൊ 15 വയസ്സായ കുട്ടിയാണ്, ഞാൻ പറഞ്ഞു, വിരൽ നുണയുക അല്ലെങ്കിൽ ബെഡിൽ യൂറിൻ പാസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് പ്രത്യേകമായിട്ട് അറ്റൻഷൻ കിട്ടും. അമ്മയും അച്ഛനും സംസാരിക്കുക എന്തുകൊണ്ടാണ് അവൻ ചെയ്യുന്നത് അങ്ങനെ, അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കഷൻസ് കുഞ്ഞിനും ആ 15 വയസ്സുള്ള കുട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കും. അപ്പൊ അവന് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോ അതെന്താണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു, അതിലൂടെ ശ്രദ്ധിക്കുന്നു. പിന്നെ ചിലപ്പോ കൂടുതൽ കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തെന്ന് വരാം. അപ്പൊ കുട്ടിയുടെ തോന്നലാണ്, അതിലൂടെ അത് കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നലാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം വരുന്നത്. ഇവിടെ കമന്റ് ചെയ്യുന്നു അവളുടെ ഗെയിം ആണെന്നൊക്കെ പറഞ്ഞ്.
അത് ബിഗ് ബോസിലെ അവളുടെ ഗെയിമാണെന്ന്. പക്ഷെ ആ ഒരു ക്യാരക്ടർ അവിടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത് പുറത്തു വരുന്നത്. അല്ലാതെ നോർമലി ആയിരിക്കും ഒരു പാവനെ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പാവനെ നോക്കി സംസാരിക്കാൻ പറ്റൂല. പിന്നീട് അത് അവള് ഗെയിമാക്കി എടുത്തിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ക്യാരക്ടർ അവിടെ ഉള്ളിലുണ്ട്. ഒരു ഡിഫൻസ് മെക്കാനിസം അതിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അതിനോട് ഇത്ര ക്യൂട്ടായിട്ട് സംസാരിക്കാനും അതിനോട് ഷെയർ ചെയ്യാനും പറ്റുന്നത്. പിന്നീട് അത് ഒരു പുറത്തൊരു ചർച്ചയാകുന്നുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ അത് ഗെയിമാക്കി എടുത്തിട്ടുണ്ടാവും. ആ പ്ലാച്ചി ഒരു യുദ്ധമായിരുന്നു. അതാണ് എനിക്ക് പെട്ടെന്ന് ഈ റിഗ്രഷൻ വായിച്ചപ്പോ ഓർമ്മ വന്നത്. എല്ലാരും കാണാറുണ്ടല്ലേ ഷോ? ബിഗ് ബോസ് കാണാറുണ്ടല്ലോ? ഫുള്ള് കാണൂല, ഷോർട്സ് കാണും. ഫുള്ള് കാണാൻ ടൈം കിട്ടൂലല്ലോ. ഡെയിലി ലൈഫിൽ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോ അല്ലേ, അതുകൊണ്ട് ആ ഷോനോട് ഒരു ഇഷ്ടമാണ്. ഒരു മൊബൈലോ കാര്യങ്ങളോ ഇല്ലാതെ കുറച്ച് ക്യാരക്ടേഴ്സ് അതിന്റെ ഉള്ളിലെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങളോട് എതിർപ്പുണ്ട്, എന്നാലും ചില കാര്യങ്ങൾ കാണാനൊരു ഇഷ്ടമാണ്. അപ്പൊ റിഗ്രഷൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ നെഗറ്റീവിസം ഒന്ന് റീഡ് ചെയ്യട്ടോ. നെഗറ്റീവിസം. വായിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. രേവതി പറഞ്ഞോളൂ. Negativism എന്ന് പറയുമ്പോൾ some individuals react to baffling situations by becoming negative. ഒരു സിറ്റുവേഷൻ അവരുടെ മുന്നിൽ നടക്കുമ്പോൾ ചില ഇൻഡിവിജ്വൽസ് റിയാക്ട് ചെയ്യും, ബാഫ്ലിംഗ് ചെയ്യും. അതായത് എന്തെങ്കിലും നമ്മൾ പറയില്ലേ ബ്ലാ ബ്ലാ പറയുന്നുള്ളത്, അതുപോലെ ബ്ലാ ബ്ലാ അടിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. This means they do not attack the problem or obstacle which challenge them. അവർ ആ പ്രോബ്ലത്തിനെ അറ്റാക്ക് ചെയ്യോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നടക്കുന്ന ഒരു ഒബ്സ്റ്റക്കിളിനെ അവർ ചലഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. Instead, they become contradictory, stubborn, and rebellious. അവര് കോൺട്രഡിക്ടറി ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവര് സ്റ്റബേൺ ആവും. ഞാൻ ഇത് ചെയ്യും, ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റബേൺ നേച്ചർ എടുക്കും. അതുപോലെ തന്നെ റെബല്ലിയസ് ആവും. അതായത് എല്ലാവരും ഇങ്ങോട്ട് പോ എന്ന് പറയുന്ന സമയത്തിന് അങ്ങോട്ട് തിരിഞ്ഞു പോകാനുള്ള ഒരു നേച്ചറാണ് റെബല്ലിയസ് നേച്ചർ. അതുപോലെ ഡിസൊബീഡിയൻസ്, പറയുന്ന കേൾക്കാതിരിക്കുക, ടെമ്പർ ടാൻഡ്രം, കൂടുതൽ ടെമ്പർ അടിച്ച് ഷൗട്ട് ചെയ്യുക. അതുപോലെ ആൻഡ് ഡിഫറൻസ് ആർ എക്സ്പ്രഷൻസ് ഓഫ് ദെയർ നെഗറ്റീവിസം. ഇതെല്ലാം ചെയ്ത് എക്സ്പ്രഷൻ ചെയ്യുന്നതാണ് അവരുടെ ഫോം ഓഫ് നെഗറ്റീവിസം. അതായത് ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ ചില എന്താ പറയാ ചില സിറ്റുവേഷൻസ്, അതായത് അവർക്ക് ഫേവറബിൾ അല്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവർ ചില ചാലഞ്ചസ് ഒക്കെ നേരിടുന്ന സമയത്ത് അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കും. അതായത് എപ്പോഴും നെഗറ്റീവ് തോട്ടുള്ള ആളുകളെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതായത് എന്ത് കാര്യം സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം പറയുമ്പോഴും നെഗറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തില്ലേ? അതെ, ഉണ്ട്. ഈ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു അതിനെ കട്ടയ്ക്കത് എതിർക്കുവാണെങ്കിൽ അതൊരു ഡിഫൻസ് മെക്കാനിസമോ. കാരണം നമ്മൾ പറയുന്ന കാര്യം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനെ എതിർക്കും. പിന്നെ എപ്പോഴും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക, മനഃപൂർവ്വം നമ്മളെ കളിയാക്കുക, അങ്ങനെയുള്ള വ്യക്തികളുണ്ടോ നിങ്ങളുടെ ചുറ്റുവട്ടത്ത്? ഉണ്ടല്ലേ? പൃഥ്വിരാജിന്റെ ഒരു സിനിമയിലില്ലേ, എന്ത് പറയുമ്പോഴും നെഗറ്റീവായി പറഞ്ഞിട്ട് ദുരന്തം പറയുന്ന ഒരാള് പാഷാണം ഷാജിയാണ് തോന്നുന്നു. അതെ, അമർ അക്ബർ അന്തോണി.
യെസ്. അതായത് എല്ലാ കാര്യങ്ങളും, അതായത് ഈ നെഗറ്റീവിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിലൂടെ ശരിക്കും പറഞ്ഞാല് അവർക്ക് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ചാലഞ്ചസിനൊക്കെ നേരിടുവാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഞാനൊരു കാര്യം സംഗീതയോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, സംഗീത അതിനെ കട്ടയ്ക്ക് എതിർപ്പാണ്. ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേട്ട് ആലോചിക്കാനും കൂടിയുള്ള സമയം പോലും സംഗീത അവിടെ കാണിക്കുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞാണ്ട് സംഗീത, ഓക്കെ മനസ്സിലായോ? പെട്ടെന്ന് സംഗീത അപ്പോ ഞാൻ പറയുന്ന കാര്യം സംഗീത ഒന്ന് എന്താ പറയാ സൈലന്റ് ആയിട്ട് കേൾക്കാനോ അതൊന്ന് മൈൻഡിലിട്ട് ആലോചിക്കാനോ ഉള്ള ഒരു സമയം പോലും അവിടെ എനിക്ക് തരുന്നില്ല. അതിന് പകരം കട്ടയ്ക്ക് എന്ത് ചെയ്യാണ്, എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എതിർക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് എന്നെ സംഗീതയ്ക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ സംഗീതയുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാനും സാധിക്കും. ഇതിനെയാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് തോട്ടുള്ള ആളുകൾ, ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് സംസാരിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടുള്ള ആളുകളുമായിട്ടുള്ള ചങ്ങാത്തമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് അത്ര നല്ലതല്ല. കാരണം നമ്മുടെ ഡെവലപ്മെന്റിനെ അവര് പ്രിവെന്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മളെ ഒരിക്കലും അവര് വളരാനായിട്ട് സമ്മതിക്കില്ല, മറിച്ച് നമ്മളെ അടിച്ചമർത്താനാണ് അവർ കൂടുതലും മുൻപോട്ട് വരിക. അങ്ങനെയല്ലേ? നമ്മള് പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ എന്താ പറയാ, നമ്മുടെ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. മറിച്ച് നമ്മളെ താഴ്ത്തി കെട്ടുന്നവരാണുള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മള് വളരില്ല. അങ്ങനെയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവര് പറയുന്ന കാര്യം ഒരു ചെവിയിൽ കൂടി കേൾക്കുക, മറ്റേ ചെവിയിൽ കൂടി കളയുക. ആ ഒരു കാര്യമാണ് ഇവിടെ നടക്കുള്ളൂ. അല്ലാതെ അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ എന്താ പറയാ അഭാവം അല്ലെങ്കിൽ ഒരു ആബ്സെൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ചുറ്റുവട്ടത്തോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ നമ്മുടെ ഫാമിലിയിലോ ഉറപ്പായിട്ടും ഉണ്ടാകും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണ്. അല്ലേ? നമ്മൾ ചെയ്ത നേരത്തെ അവിടെ പറയും. എന്താണ് സുറുമി? കേട്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴേ അത് നേരത്തെ കൂട്ടി ആരും ഡിസ്കസ് ചെയ്യാതിരിക്കുക പരമാവധി. അതെ അതെ, അത് ശരിയാണ്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് പ്രത്യേകിച്ച് അതുപോലെ നമ്മളൊരു കോഴ്സിന് എന്തിനെങ്കിലും ചേരുകയാണെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ ടീച്ചിങ് കോഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് പറയുമ്പോ അതിനൊക്കെ ചേർന്നിട്ട് എന്താ കാര്യം? അതിലൊന്നും ചേർന്നിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് തളർത്തുക. അപ്പൊ നമ്മൾ ചേരാനിരുന്ന നമ്മളും കൂടി അവര് പറയണത് കേട്ടിട്ട് ചേരാതിരിക്കുമ്പോ അവിടെ തോൽക്കുന്നത് നമ്മളാണ്. അതെ അതെ. അതായത് ഒരു കാര്യത്തെ അതിന്റെ ശരിയായ പർപ്പസോട് കൂടി അല്ലാതെ എടുക്കുന്ന ചില ആളുകളാണ് ഇവര്. അതായത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളിപ്പോ നമുക്കൊരു നല്ല ഉദ്ദേശമായിരിക്കും ഉണ്ടായിരിക്കും, അത് അവരോട് ഷെയർ ചെയ്തു നമ്മള്. പക്ഷെ ഷെയർ ചെയ്യുമ്പോൾ അവര് പറഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ, നിനക്കത് തീരെ ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ള വാക്കുകളായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് വരിക, അല്ലെ? മറിച്ച് നിനക്കത് ചെയ്യാനായിട്ട് സാധിക്കും, നീ അതിനകത്ത് 100% സക്സസ് ആവും, അങ്ങനെയാണ് പറയുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അവരോട് ഡിസ്കസ് ചെയ്തു, പിന്നെ നമുക്കത് ചെയ്യാനായിട്ട് തോന്നുമോ? അപ്പൊ നമുക്ക് പേടിയാവും, അല്ലെ? നമ്മൾ ടെൻസ്ഡ് ആവും, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടും, അത് മറ്റുള്ളവരെ കളിയാക്കുവോ, അങ്ങനെയുള്ള ചിന്തകൾ. അതായത് മനഃപൂർവ്വം നമ്മളെ തളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു മനഃസുഖം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് അവരുടെ ഡിഫൻസ് മെക്കാനിസം. കേട്ടോ? അപ്പൊ ഇതാണ് പറഞ്ഞോളൂ. നമ്മളിപ്പോ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. നമ്മളിപ്പോ നല്ല രീതിക്ക് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും പോവാൻ റെഡി ആയിട്ട് ഇറങ്ങണം. ഇപ്പൊ ഒരു മാരേജ് ഫംഗ്ഷനോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും നമ്മളൊരു അഭിപ്രായം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ഞാൻ ഇട്ടിട്ട് കൊള്ളാവോ, എങ്ങനെയുണ്ട് ചെയ്യുമ്പോ അപ്പൊ തന്നെ അവരെ എടുത്ത വായിക്കുക, അയ്യ ഇതൊട്ടും ചേരണ പോലും ഇല്ല, കൊള്ളില്ല. അപ്പൊ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് പോയില്ലേ ആ ഒരു ഫംഗ്ഷന് പോവാനോ, ഇല്ലെ അയ്യോ അപ്പൊ എനിക്ക് ചേരണില്ല അല്ലെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ല ഫീല് വരില്ലേ? ഇതൊരു എക്സാമ്പിൾ അല്ലേ മിസ്? അതെ അതെ, അതൊരു എക്സാമ്പിൾ. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എപ്പോഴും, അതായത്
ഈ ആളുകളെ കാണുമ്പോൾ ചിലർക്കൊക്കെ വെയിറ്റ് ഒക്കെ കൂടുന്ന ഒരു സമയം ഉണ്ടാകും അല്ലെ, വണ്ണമൊക്കെ വെക്കുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പൊ ഇതിലുള്ള ചില ആളുകൾ, ഈ നെഗറ്റീവ് തൊട്ടുള്ള ആളുകൾ ചിലപ്പോ ഇങ്ങനെ പറയും, ആ നിനക്ക് ഭയങ്കര വണ്ണം വെച്ചല്ലോ, നിനക്ക് ഈയിടെയായിട്ട് ഭയങ്കര വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുക? സങ്കടം തോന്നും. എന്താ തോന്നുക? സങ്കടം തോന്നും. എന്താ സഫീദ? കോൺഫിഡൻസ് പോകും. കോൺഫിഡൻസ് പോകും അല്ലെ. നമ്മളെ മനഃപൂർവ്വം, അതായത് അവർക്ക് അതിലൂടെ അവരത് പറഞ്ഞു അതവര് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് മറക്കുവോ? ഒരിക്കലും ആളുകളുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നെങ്കിൽ അവര് ജസ്റ്റ് ഇത് പറഞ്ഞു ആ ബോഡി ഷേമിങ് ജസ്റ്റ് അത് അവര് പറഞ്ഞു. പക്ഷെ നമ്മുടെ മനസ്സിൽ അന്ന് നമ്മൾ ഉറങ്ങില്ല, നമ്മൾ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ കഷ്ടപ്പെട്ട് വണ്ണം കുറച്ചാല് അപ്പൊ അവരതിനെ അപ്രിഷിയേറ്റ് ചെയ്യൂല. അപ്പൊ പറയും നിനക്ക് എന്താ ഒന്നും തിന്നാനും കിട്ടലില്ലേ, അല്ലെങ്കിൽ നീ എന്താ തടി പറ്റ പോലെ, അപ്പൊ അതും പറയും. നിങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടോ, എന്താ എങ്ങനെ ആയത്, അങ്ങനെ പറയും. അപ്പൊ ആളുകൾ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തടിച്ചിരുന്ന ഒരാളാണ്, 77 കിലോനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ എല്ലാവരും പറഞ്ഞിട്ട് പിന്നെ ഞാന് തടി കുറച്ചു, ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് എടുത്തിട്ടും അങ്ങനെയൊക്കെ തടി കുറച്ചു, ഷുഗർ കട്ട് ചെയ്തിട്ടൊക്കെ. ഇപ്പൊ ഞാൻ 64 കിലോ ആയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കാണുമ്പോ ചിലർ ചോദിക്കും നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, നീ എന്താ ഇങ്ങനെ ആയിട്ടുള്ളത് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. അതെ, ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ എപ്പോഴും ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാകാം, ഉണ്ടാകാം. ഒരു ഭക്ഷണം വീട്ടിലില്ലേ ചോദിക്കലുണ്ട്. എന്താണ് റമീസ? കേട്ടില്ല. ഇപ്പൊ വീട്ടില് ഭക്ഷണം ഒന്നും കേൾക്കാറില്ലേ ചോദിക്കലുണ്ട്. എന്നോട് ചില ആൾക്കാര് ചോദിക്കാറുണ്ട്, എനിക്ക് തടിയുണ്ട് അത്യാവശ്യം. അപ്പൊ എന്നോട് 1-2 ആൾ എപ്പോഴും കാണുമ്പോൾ ചോദിക്കും പിന്നെയും തടി കൂടിയാന്ന് ഇങ്ങനെ ചോദിക്കും. മറ്റുള്ളവർക്ക് അറിയാം എനിക്ക് തടി ഉണ്ടെന്നുള്ളത്, പക്ഷെ ഇവരിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോ ഞാൻ പറയേ ഇപ്പൊ ഞാൻ ഇടക്കിടക്ക് ബർഗറും ചോക്ലേറ്റ് ഒക്കെ നല്ലോണം തിന്നും, അപ്പൊ അത് കാരണമായിരിക്കുള്ളൂ കൂടുതൽ. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ചോദ്യം കുറഞ്ഞു. നമ്മളൊന്ന് വിഷമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം കൂടും. ഇപ്പൊ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാ പറയും. ഇപ്പൊ ഞാൻ നന്നായി ഫുഡ് കഴിക്കും, ബർഗറൊക്കെ കഴിക്കാറുണ്ട്. ചിലപ്പോ അതൊന്നും കഴിക്കാറൊന്നും ഇല്ല കേട്ടോ, പക്ഷെ അങ്ങനെ പറയും. അപ്പൊ അവര് ചോദ്യം കുറഞ്ഞു. അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും ഇത് എന്റെ തടിയാണ്, എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ആ 2 വേർഡ് പറഞ്ഞ പിന്നെ അവര് ചോദിക്കില്ല. അങ്ങനെയുള്ള കാര്യം പറയാം. പിന്നെ ചിലര് അത് അതായത് നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രശ്നമാവാത്. അല്ലെങ്കിൽ നോ പ്രോബ്ലം, നമ്മുടെ ബോഡിയല്ലേ, എന്ത് പ്രശ്നമാണ്. ഈ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്, ചോദിക്കേണ്ടാത്തത് മാത്രമേ ചോദിക്കൂ. ഇപ്പം ഗൾഫിൽ നിന്ന് ഒരാൾ വന്നാല് എപ്പാ പോന്നേന്ന് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ഫസ്റ്റ് വന്നവരുണ്ട് ലീവ് എത്രയാ എപ്പോഴാ പോവാ എന്നേ ചോദിക്കുള്ളൂ. അതുപോലെ തടിയുള്ള ആളെ കണ്ടു കഴിഞ്ഞാല് ഓ നീ വീണ്ടും തടിച്ചല്ലേ, അത് ചോദിക്കരുത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ചോദ്യമേ ചോദിക്കുള്ളൂ. ഇനി മെലിഞ്ഞ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ കിട്ടാറില്ലേ, ഈ ചോദ്യം ചോദിക്കരുത് അറിയാം. പക്ഷെ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം. കണ്ടാ അത് ചോദിച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അറിയുന്ന ആളെന്നെ ചോദിക്കുള്ളൂ. നമ്മളെ ഹാപ്പി ആണെന്ന് കണ്ടാ പിന്നെ അധികം ചോദിക്കില്ല. എനിക്ക് അതിന് മനസ്സിലായി അത്. അതെ അതെ, നമ്മളെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ് കിട്ടാതിരിക്കാനുള്ള ചാൻസ്. അപ്പോ ഇതാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? നെഗറ്റീവ്സിന് കുറച്ച് ഉദാഹരണം ഉണ്ട് മാം. എന്താണ് നെഗറ്റീവ്സിന് കുറെ ഉദാഹരണങ്ങളുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് പറയാനുണ്ടോ? പറയണമെങ്കിൽ പറയാം. ഈ കുട്ടികളില്ലാത്തവരോട് അതിനെ കുറിച്ച് ചോദിക്കുന്നത് ആൾക്കാർക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊരു സിനിമ ഉണ്ടല്ലോ, സിനിമയുടെ പേര് ഞാൻ മറന്നു. ഈ അടുത്ത് ഇറങ്ങിയൊരു സിനിമ, നമ്മുടെ ഹരിശ്രീ അശോകന്റെ മകൻ അഭിനയിച്ചൊരു സിനിമയാണ്. അതെ, പേര് മറന്നുപോയി. വിശേഷം എന്നാ പേര് തോന്നുന്നു അല്ലെ? എന്താണ് വിശേഷം എന്നേനു പേര്? അല്ല വിശേഷം കൺമണിയാണോ? അങ്ങനെ ഒന്നല്ലോ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ആ ഒരു സിനിമയിൽ കണ്ടന്റ് ഇതാണ്.
അതിലെ ഡയലോഗ് ലാസ്റ്റ് മാറ്റുന്ന ഒരു സീൻ ഉണ്ട്. അത് ഭയങ്കര ഒരു സീനല്ലേ? അൻപോട് കണ്ണൻ ചോദിക്കുന്നവരോട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മള് കുട്ടികൾ ഇപ്പൊ വേണ്ടാന്ന് വെച്ചെന്ന് ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോ അവരെ മുഖം മാറുന്ന ഒരു സീൻ ഉണ്ട്. അതാണ് ശരിക്കും റിയാക്ഷന്റെ ഒരു പോയിന്റ്. അതെ അതെ അൻപോട് കൺമണിയാണോ? അൻപോട് കൺമണി. അൻപോട് കൺമണി. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ഹയർ മിക്സ പറഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് ആക്കിക്കോളൂ ഹയർ മിക്സ. അതന്നെ മാം, കുട്ടികളില്ലാത്തവർ എന്താണ് ഇല്ലാത്തത് അതിനെ പറ്റി ചോദിക്കുന്ന സൊസൈറ്റിയിൽ ഒരു കാര്യമാണ്. നമ്മള് എന്താണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്? ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ജോലി ഇല്ലേ പിന്നെ വേഗം മാരേജ് ആവുന്നില്ലേ? അതുപോലെ എല്ലാവർക്കും ഒരു എന്താണോ അവർക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ലാത്തതാണ്. ഇനി എല്ലാം ഉണ്ട്, മാരേജ് കഴിഞ്ഞു, ആള് സെറ്റിൽഡ് ആയി, ജോബായി, ഇത്തിരി ഏജ് എന്ന ആളുടെ അടുത്താണെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വേറെ ഒന്നും ഇല്ല ചോദിക്കുകയാണെങ്കിൽ അസുഖമൊന്നും ഇല്ലേ എന്നെങ്കിലും ചോദിക്കും. എന്തെങ്കിലും അവരെ കയ്യിൽ അറിയും. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് നെഗറ്റീവ് തോട്ടുമായിട്ട് ചിരിക്കുന്ന ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിരുന്നു. മനസ്സിലാ എന്റെ മദറിലേക്ക് ഒരു കുഴപ്പമുണ്ട്. ഇതുപോലെ എവിടെയെങ്കിലും യാത്ര ചെയ്യാനാവുമ്പോ പ്രത്യേകിച്ച് നമ്മളാണല്ലോ ലാസ്റ്റ് ഡോർ പൂട്ടി ഇറങ്ങുന്നത്. അപ്പൊ നമ്മള് വീട്ടിലുള്ളത് ഞാന്, ഹസ്ബൻഡ്, മോള്, അമ്മയാണ്. അപ്പൊ ഡോറ് പൂട്ടി ഇവരൊക്കെ ആദ്യം വണ്ടി കയറും. ഞാൻ ഡോറ് പൂട്ടി ഗേറ്റ് പൂട്ടി വണ്ടിയിൽ കേറുമ്പോ ആള് പറയും, ഇതെന്താ അത്ര നേരം എന്നെ കണ്ടിട്ടുണ്ടാവും, എന്നല്ല എന്തെന്താ ഈ സാരി ഉടുത്ത്, ആ സാരി ആയിരുന്നു നല്ലത്, ഇതെന്താ നീ ഇങ്ങനെ മുടി കെട്ടിയിരിക്കുന്നു. അപ്പൊ അതുവരെ ശ്രദ്ധിക്കാത്ത ഹസ്ബൻഡ് കൂടി ആ ശരിയാണ് അല്ലേ. ആ സമയത്ത് വണ്ടിയിൽ ഞാൻ ഡോറ് തുറന്ന് കേറുമ്പോഴാണ് ആള് ചോദിക്കുക. അത്ര നേരം കണ്ടാലും അതിനെ കുറിച്ച് പറയില്ല. കേറുമ്പോഴ ഇത് നന്നായില്ല കേട്ടോ, ഈ സാരി എല്ലാം വേറെ ആയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം. എപ്പോഴും അങ്ങനെ പറയുന്ന ഒരു സ്വഭാവം ആൾക്കുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നെഗറ്റീവ്സ് ആണെന്ന് തോന്നുന്നത് അല്ലെ? ചിലപ്പോ ഇങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കില്ല. അതെ അതെ ശരിയാണ്. അങ്ങനെയുള്ള ആളുകള് സത്യം പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കില്ല. ആ ഒരു രീതിയിൽ എന്താ പറയാ കാര്യങ്ങൾ അവര് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ചങ്ങാത്തം ഒഴിവാക്കുക. നമുക്ക് പൂർണ്ണമായിട്ടും ഫാമിലികളിലൊക്കെയാണ് ഇപ്പൊ വനജ പറഞ്ഞ പോലെ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾക്ക് അത് സില്ലി ആയിട്ട് കാണാം, അത് അങ്ങോട്ട് വിട്ട് കളയാം, നമ്മുടെ അതങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പൊ ഞാനും മോളും കൂടി നോക്കിയിട്ട് അവള് വെറുതെ കൈ കൊണ്ടാക്ക് കാര്യാക്കണ്ടെന്ന് എന്നോട് അവള് പറയും. ഞങ്ങളതങ്ങനെ കാര്യാക്കില്ല, അങ്ങനെ വിടും. ഇത് ഓവർ തിങ്കിങ് ഉള്ളവർക്കാണ് ഈ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് അവർ ചിന്തിക്കുക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ചില ആളുകള് ഓവർ തിങ്കഡ്, അതായത് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ആളുകളായിരിക്കും. അപ്പോ അവരിൽ ഒരാള്, അതായത് ഒരു നെഗറ്റീവ് തോട്ടുള്ള ഒരാള് ഇവിടെ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് ഭയങ്കരമായിട്ട് നമ്മളുടെ സ്ട്രെസ് ലെവൽ കൂട്ടും, നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റും ശരിയാക്കുക അതോടൊപ്പം തന്നെ കേട്ടോ. അതും കൂടിയാണ് ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ നെഗറ്റീവിസം ആണ് എന്നിവിടെ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇനി 3 ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഒന്ന് സിമ്പത്തിസം ഉണ്ട്, വിഡ്രോവൽ ഉണ്ട്, ഡേ ഡ്രീമിംഗ് ഓർ ഫാന്റസി. ആ 3 കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ പാർട്ട് 1 ഇല്ല. പാർട്ട് 1 അതും കൂടിയല്ലേ തീർക്കാനുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചൈൽഡ് വെൽഫെയർ. ഏതാണ്? ജിഷ മാം ചൈൽഡ് വെൽഫെയർ എടുത്തായിരുന്നോ? ഇല്ല സംസാരിച്ചിട്ട് എടുക്കാന്ന് എടുത്തിട്ടില്ല. പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാം. അതോടൊപ്പം ചൈൽഡ് വെൽഫെയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ കേരളപ്പിരിയുടെ ഒരു സോങ് കൂടെ ഉണ്ട് മിസ്സേ. തീരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയും ഈറൻ കാറ്റിൽ ഇളനാറിൽ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമിൻ അരിയ നേരിന്ന പുതുവില നേരുന്നോരിനിയ നാടിതാ പാടാ
നാടിനീണം കീരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയ കാറ്റിൽ ഇലനാറിൽ ഇലയാടും കുളിരുലാവും നാട്. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നല്ല പാട്ടായിരുന്നുണ്ട് സുർമി. ഒരു മിക്സപ്പ് സോങ് ആണ്.